ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്.സിക്ക് ജയം. ബംഗളൂരു എസ്.സിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ടീമിന്റെ കൂട്ടായ്മയോടെയുള്ള കളിയാണ് തുടർച്ചയായ ജയമൊരുക്കിയതെന്ന് ഗോകുലം കേരള എഫ്.സി ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. 2 തവണ ഐ ലീഗ് കിരീടം ചൂടിയ ഗോകുലം കേരള എഫ്.സി ഇത്തവണയും ചാമ്പ്യന്മാരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആവേശകരമായ മത്സരത്തിൽ ഗോകുലം കേരള എഫ്.സി വീണ്ടും സ്വന്തം തട്ടകത്തിൽ വിജയം അവർ നേടിയിരിക്കുകയാണ്. ആവേശകരമായ ആ മത്സരത്തിൽ ബംഗളൂരു എസ്.സിയാണ് അവർ കീഴടക്കിയിരിക്കുന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവരുടെ വിജയം. ഈ വിജയത്തോടെ 19 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്താൻ ഗോകുലം കേരള എഫ്.സിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മത്സരം വീക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ട് ഗോകുലം കേരള എഫ്.സിയുടെ ചെയർമാൻ ഗോകുലം ഗോപാലൻ കൂടി ഇന്ന് കോഴിക്കോട് സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ മത്സരം നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും നല്ലവരെ കളിച്ചു. ഇപ്പോൾ 22 പ്ലേ കഴിഞ്ഞതിൽ ഞങ്ങൾ 11 കളി കഴിഞ്ഞു. 22 കളിയിൽ 11 കളി കഴിഞ്ഞു. അതിൽ 5 കളികൾ നമ്മൾ വിജയിച്ചു. ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്തിന് ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ എന്നും നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ കളിക്കാർ ആവേശത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ 2 പ്രാവശ്യം നമ്മൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ പ്രതീക്ഷയോടാണ് നമ്മുടെ കളിക്കാരൊക്കെ ആവേശത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഞങ്ങൾ വിജയിക്കും, 1ാം സ്ഥാനത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ കളി 6-2 ജയിച്ചു. ഈ കളി എതിരില്ലാത്ത 2 ഗോളിനും ജയിച്ചു. 2-0. അതായത് ഞങ്ങൾ 2 പ്രാവശ്യം അവർക്ക് 0-0 നിൽക്കുകയാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ കളിക്കാരുടെ നൈപുണ്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. എല്ലാ ആൾക്കാരുടെയും നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നമ്മൾ തീർച്ചയായിട്ടും കേരള ഗോകുലം 1ാം സ്ഥാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷയോടെ. ടീം ഒറ്റക്കെട്ടായി കളിച്ചു. ടീം ഒറ്റക്കെട്ടായി കളിച്ചതിൻ്റെ ഫലമാണ്. ഒറ്റക്കെട്ടായി അവരുടെ പരസ്പര ധാരണയും പിന്നെ ക്യാപ്റ്റൻ്റെ കൺട്രോളും എല്ലാം കൂടി ചേർന്നപ്പോൾ അത് നല്ലൊരു സ്പോർട്സായി മാറി. മികച്ച മത്സരമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഫലം തന്നെയാണ് ഈ തുടർച്ചയായ വിജയം എന്നാണ് ഗോകുലം ടീം ചെയർമാൻ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷിജുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.